ഡിയർ സ്റ്റുഡൻസ്, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, ദീപികയുടെ കാരിയർ വിങ്സ് ഫൈൻ ഫ്യൂച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 3 ഗുഡ് ഹാബിറ്റ്സ് ഫോർ ഹൈലി ഇഫക്റ്റീവ് ടീച്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. ഞാൻ ഗുരുനാഥന്മാരെ ദൈവതുല്യം ഒത്തിരി ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്കൂളിലും കോളേജിലും ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഉദാഹരണം പറയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാത്സ് പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൈ പോലെ ഇറങ്ങി വന്ന സുകുമാരൻ മാഷ്, 12ൽ പഠിക്കുമ്പോൾ വർഗീസ് മാഷ്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അജിത് മാഷ്, ഇവരൊക്കെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയിരുന്ന മാത്തമാറ്റിക്സിനെ MSc വരെ കൊണ്ടുപോകാൻ എൻ്റെ കൂടെ സഹായിച്ച വലിയ വ്യക്തിത്വങ്ങളാണ്. അതിനുശേഷം ഒത്തിരി മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്ത് തിരിച്ചു വന്ന് ഒത്തിരി കുട്ടികളുമായി സംവദിച്ചപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറ ടീച്ചേഴ്സിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ പഠനം നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളുമായി സംവദിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നും ഉരുതിരിഞ്ഞു വന്ന ഒരു ചില പാഠങ്ങൾ, 3 കാര്യങ്ങൾ നമ്മളിന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു. ഒന്ന്, ബേസിക് റിക്വയർമെൻറ്റ്സ്, നമ്മളതിനെ കീ ഡെലിവറബിൾസ് എന്ന് വിളിക്കും. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. നമ്മളതിനെ എപ്പോഴും വിളിക്കുന്നത് കോണ്ടെക്സ്റ്റ്, ടെക്സ്റ്റ് ആൻഡ് ഡെലിവറി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് 12ൽ പഠിക്കുമ്പോൾ PC തോമസ് മാഷ് പറഞ്ഞു തന്ന ന്യൂട്ടൺസ് ലോ, എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ എന്നൊക്കെ പറയുന്ന ചില തിയറംസ് 48 വയസ്സിലും ഓർമ്മയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഹി ഗേവ് us എ കോണ്ടെക്സ്റ്റ്, the background of it, then text and then deliver the program or the theory. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ കുട്ടികൾക്ക് അത് കുറേ കാലം ഓർമ്മ നിൽക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷനും ഉണ്ടാകാനും സാധിക്കും. ഇത്തരം പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻസ് വിൽ ഹെൽപ്പ് ദം വൺസ് ദേ ഗോ ഫോർ എൻ ഇൻ്റർവ്യൂ, വൺസ് ദേ ജോയിൻ എ കമ്പനി. ബിക്കോസ് ഈ തിയറം അങ്ങനെ റോ ഫോർമാറ്റിൽ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കുട്ടികൾക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ് വേണ്ടത്. ഒരു ചില മെത്തഡോളജി ഓൾസോ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻ്റർനാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ മൈനസ് ചെയ്യുന്ന ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഒരു പക്ഷേ 27ൽ നിന്നും 18 കുറയ്ക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ മലയാളം മീഡിയം പഠിക്കുന്നൊരു കുട്ടി പറയും 27ൽ നിന്ന് 18 കുറയ്ക്കണം, 7ൽ നിന്ന് 8 പോകൂല, അപ്പോൾ ഞാൻ അവിടെ അപ്പുറത്ത് നിന്ന് കടം മേടിക്കും, അപ്പോൾ 17 ആകും, 17ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 9. ഈ മെത്തഡോളജി കണ്ടപ്പോൾ ഷോക്കായിട്ടുള്ള ചില യൂറോപ്യൻ ടീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളങ്ങനെ പറയാറില്ല. കാരണം വി ഓൾവേസ് ടെൽ ദം 7ൻ്റെ വീട്ടിലേക്ക് 8 വിരുന്നിന് വന്നു. 7ൻ്റെ കൊടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പുറത്തെ ഒരാൾ ഒരു 1 സഹായിച്ചു. ഞാനൊരു വീട്ടിലേക്ക് ചെല്ലുന്നു, ഒരാൾ എനിക്ക് കോഫി തരുന്നു, ഞാൻ വീട്ടിൽ പോയി തിരിച്ച് അയാൾക്ക് ആ കോഫി അയച്ചു കൊടുക്കാറില്ല. ബിക്കോസ് അദ്ദേഹം കാണിച്ചത് ആതിഥ്യ മര്യാദയാണ്. ഈ ഒരു ഫോർമാറ്റിൽ പഠിപ്പിക്കുന്നതും കടം മേടിച്ചു ഉത്തരം കിട്ടി തിരിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ചില മെത്തഡോളജി കൊച്ചു കാര്യങ്ങളാണ്. പക്ഷേ കുട്ടികൾ എപ്പോഴും കോണ്ടെക്സ്റ്റ്, ടെക്സ്റ്റ്, ഡെലിവറി എന്നുള്ളൊരു ഫോർമാറ്റിൽ മെത്തഡോളജി അവർക്ക് മനസ്സിലാകുന്ന വാല്യൂസ് ഉള്ള ഒരു ഫോർമാറ്റിൽ പഠിപ്പിക്കുന്നത് എപ്പോഴും ഒരു ബേസിക് റിക്വയർമെൻറ്റ് ഫോർ ദ ടീച്ചേഴ്സാണ്. 2, I have seen a lot of teachers in the training program requesting us, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ സാറേ, പാരൻസിനെ ക്ലാസ് എടുക്കുമ്പോൾ സാറ് പ്രത്യേകം പറയണം ടീച്ചേഴ്സിനെ ബഹുമാനിക്കാൻ. കോളേജിലൊക്കെ വരുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ തോളിൽ കൈയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ കാണിക്കാൻ പറയണം. ഒരു ടീച്ചറിനോട് പറഞ്ഞതാണ്, എഴുന്നേൽക്കണ്ട, ഞങ്ങൾ അത്രയും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ എഴുന്നേൽക്കുന്നത് പോലെ കാണിക്കാൻ പറയണം, ഞങ്ങൾ അപ്പോഴത്തേനും കടന്നു പോയിക്കൊള്ളാം. ഒരു ടീച്ചറുടെ വികാരമാണ്. പക്ഷേ ഞാൻ ആ ടീച്ചറോട് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു, ചില ടീച്ചേഴ്സിൻ്റെ പുറകിൽ ഒത്തിരി കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ, ചില ടീച്ചേഴ്സിന് അകലേന്ന് കാണുമ്പോൾ കുട്ടികൾ ചിരിച്ചുകൊണ്ട് ഓടിച്ചെല്ലുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മോർ ദാൻ എ ടീച്ചർ, ഷീ ഈസ് എ മെൻറ്റർ ടു ദാറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ കർമ്മ എന്ന് വിളിക്കുന്നത്, ബിയോണ്ട് മൈ ഡ്യൂട്ടീസ്. ഒരു ടീച്ചർ എന്നുള്ളതിനുപരിയായിട്ട് ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിച്ച, ആ കുട്ടിയുടെ ഒരു മെൻറ്ററായി നിൽക്കാൻ സാധിച്ച ഒരു ടീച്ചർ. ആൻഡ് ഫൈനലി, ടീച്ചേഴ്സ് ഷുഡ് ഗിവ് സോഷ്യൽ വാല്യൂസ് ടു ദ സ്റ്റുഡൻസ്. കോമ്പറ്റീഷൻ്റെ ഈ കാലത്ത്, എൻട്രൻസ് എക്സാമിൻ്റെ ഈ കാലത്ത് വാല്യൂസ് ഇല്ലാത്തൊരു കുട്ടി പഠിച്ച് പുറത്തു വരുമ്പോൾ ആ കുട്ടി യൂസ്ലെസ് എന്നുള്ളത് മാത്രമല്ല, ഹി വിൽ ബി ഡേഞ്ചറസ് ടു ദ കൺട്രി എന്നുള്ളതാണ് ശാസ്ത്രം. അങ്ങനെ സോഷ്യൽ വാല്യൂ ഇല്ലാത്തവർക്ക്, ക്യാരക്ടർ ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കരുതെന്ന് പറയാൻ പോലും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സോഷ്യൽ വാല്യൂസ് ആർ ക്രിട്ടിക്കൽ. ഒരു കുട്ടി തോൽക്കുമ്പോഴല്ല വേറൊരു കുട്ടി ജയിക്കുന്നതെന്ന ശാസ്ത്രം കുട്ടികളെ പഠിപ്പിക്കണം. വിൻ വിൻ, എല്ലാവരും ഒരുമിച്ച് എങ്ങനെ ജയിക്കാം എന്നുള്ള ഒരു ശാസ്ത്രം കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, കോണ്ടെക്സ്റ്റ്, ടെക്സ്റ്റ് ആൻഡ് ഡെലിവറി. 2, teacher should be a mentor. And finally, we must give social values to the students. രണ്ടാമതായി നമ്മളിന്ന് സംസാരിക്കുന്നത് സ്റ്റുഡൻസ് മാനേജ്മെൻറ്റ് ഓർ എൻഗേജ്മെൻറ്റ്. ഹൗ വിൽ ഐ എൻഗേജ് ദ സ്റ്റുഡൻറ്റ്? ഫിസിക്കൽ അപ്പിയറൻസിനോട് ഒപ്പം തന്നെ ഒരു കുട്ടിയെ എങ്ങനെ എൻഗേജ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ ടോപ്പിക്ക്. ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് ക്യാൻ യു ബി എ ഫ്രണ്ട്, can you be an effective mentor to the student? ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിൽ നമുക്ക് കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു ഇമോഷണൽ അക്കൗണ്ട് ബാലൻസ് ഈ കുട്ടിയുമായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ, ഒരു പക്ഷേ ഐ ഹാവ് ക്രെഡിറ്റ് ഇൻ മൈ അക്കൗണ്ട്,
ജോസഫ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ക്രെഡിറ്റ് പോയിൻറ്റ്സ് ഉണ്ട്, ഇമോഷണൽ അക്കൗണ്ട് പോയിൻറ്റ്സ് ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് കേൾക്കാൻ എപ്പോൾ വേണമെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ഒരു അധികാരം, ഒരു ഇൻഫ്ലുവൻസ് നമുക്കുണ്ടാകും. ടെഡിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. നമ്മളൊരു ക്ലാസ്സിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കുറുമ്പനായ, ഏറ്റവും വികൃതിയായ, ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു ടെഡി. 7ലും 8ലും ക്ലാസ്സിലെ ഏറ്റവും റൗഡി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പയ്യൻ. ഒരു പക്ഷേ പിന്നീട് ഹെഡ്മിസ്ട്രസിൻ്റെ കയ്യിൽ നിന്നും ഈ ടീച്ചർക്ക് മനസ്സിലായി ടെഡി 4ലും 5ലും സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു, ക്ലാസ് ലീഡർ ആയിരുന്നു. എന്തുകൊണ്ടാണ് 7ൽ ടെഡിക്ക് ഈ ക്യാരക്ടർ മാറിയതെന്ന് നോക്കിയപ്പോൾ അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു, വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതായപ്പോൾ, ഹോംവർക്ക് ചെയ്യാൻ സാധിക്കാതായപ്പോൾ, ഡ്രസ്സ് അയൺ ചെയ്യാൻ ആരുമില്ലാതായപ്പോൾ അവനിലുണ്ടായ ഒരു ചെറിയ വ്യത്യാസം. ടീച്ചർ ഈ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയപ്പോൾ ടീച്ചറുടെ കണ്ണ് നിറഞ്ഞു. അന്ന് മുതൽ ടീച്ചർ അവനെ മകനെ പോലെ, നല്ലൊരു സുഹൃത്തിനെ പോലെ കാണാൻ തുടങ്ങിയപ്പോൾ 9ലും 10ലും റാങ്ക് മേടിക്കുന്ന കുട്ടിയായി ടെഡി മാറുന്നു. ടെഡി സെൻഡ് ഓഫിൻ്റെ ദിവസം അമ്മ മരിച്ച് ശവമടക്കിൻ്റെ സമയത്ത് ഊരിയെടുത്ത അമ്മയുടെ ഒരു പഴയ വള, ഒപ്പം ഒരു പഴയ അത്തർകുപ്പി ടീച്ചർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു കഥ. പിന്നീട് വലിയ ഡോക്ടറായി മാറിയപ്പോൾ കല്യാണത്തിന് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ടീച്ചർ മുൻപിലുണ്ടാകണമെന്ന് ടീച്ചറെ ഇൻവൈറ്റ് ചെയ്ത ഒരു കഥ. എല്ലാവരും നോക്കിയപ്പോൾ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ദിസ് സീറ്റ് ഈസ് റിസർവ്ഡ് ഫോർ മൈ മദർ. നവവധുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് എൻ്റെ അമ്മയാണ്. ഇങ്ങനെ ഒരു കുട്ടിയെ മാറ്റിയെടുത്ത ടെഡിയുടെ കഥ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. സോ ക്യാൻ യു ബി എ ഫ്രണ്ട്, ക്യാൻ യു ബി എ മെൻറ്റർ ടു ദ സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ് സ്റ്റുഡൻസ് മാനേജ്മെൻറ്റിലെ പോയിന്റ് നമ്പർ 1. ദെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം ഹൗ ടു റെസ്പോണ്ട് ടു ദ സിറ്റുവേഷൻസ്. നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് തോൽക്കാൻ ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ മോഡേൺ ഫാമിലിയിൽ അവർ ഒരിക്കൽ പോലും തോറ്റിട്ടില്ലാത്ത കുട്ടികളാണ്. സോ ഹൗ ഡു ഐ ഹാൻഡിൽ ദ ഫെയിലിയേഴ്സ്, ഹൗ ഡു ഐ റെസ്പോണ്ട് ടു ദ സിറ്റുവേഷൻസ് എന്നുള്ളത് കുട്ടികൾക്ക് ഇന്നും അറിയാത്തൊരു കാര്യമാണ്. സോ വി മസ്റ്റ് എൻകറേജ് ദം ടു ടേക്ക് റിസ്ക്, let them fail, no problem. How will I handle the failure എന്ന് പറയുന്ന ഒരു കല എന്ന് പറയുന്ന ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കണം. ആൻഡ് തേർഡ് വൺ, ഡോണ്ട് എവർ കമ്പയർ വൺ സ്റ്റുഡൻറ്റ് ടു അതർ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ചെയ്തിട്ടുള്ളൊരു അനാലിസിസ് ഉണ്ട്, SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഇതിനകത്ത് വലിയൊരു ഭയപ്പെടുത്തുന്ന ഒരു ചിത്രമുണ്ട്. ബിക്കോസ് whole attention is to improve the students on the weak areas. ഇത്രയും സ്ട്രോങ് ഏരിയ ഉള്ള ഒരു കുട്ടിയുടെ ഈ സ്ട്രോങ് ഏരിയ മാറ്റിനിർത്തിക്കൊണ്ട് ഏത് സബ്ജക്റ്റിലാണ് അവൻ വീക്ക് അതിന് എക്സ്ട്രാ ട്യൂഷൻ കൊടുത്ത്, എക്സ്ട്രാ ട്യൂട്ടോറിയൽ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഏരിയയെ കൂടെ അവൻ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. സോ SWOT അനാലിസിസിൻ്റെ എസ്സിൽ സ്ട്രോങ് ഏരിയയിൽ മാത്രം വർക്ക് ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങൾ ഓർക്കണം, ഒരു ഏരിയയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടി, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ലീഡർഷിപ്പ് സ്കിൽ ഈസ് വെരി ഗുഡ് ഫോർ എ സ്റ്റുഡൻറ്റ്, അതൊരു ഏരിയയാണ്. അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഈസ് വെരി ഗുഡ് അറ്റ് ഒരു ഏരിയയാണ്. അങ്ങനെ ഒരു കുട്ടി എല്ലാത്തിനും സൂപ്പറായിരിക്കും എന്നുള്ളൊരു അബദ്ധധാരണയാണ് ടീച്ചേഴ്സ്. പല സ്കൂളിലും എത്ര പ്രാവശ്യം പോയാലും പ്രയർ സോങ് പാടുന്നത് ഒരു കുട്ടി തന്നെയായിരിക്കും, വെൽക്കം പറയുന്നത് വേറൊരു കുട്ടിയായിരിക്കും, ആൻഡ് ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആ കുട്ടിയായിരിക്കും ക്ലാസ്സിലെ ലീഡർ. അങ്ങനെ ഒരു കാര്യത്തിൽ വിദഗ്ധനായ ഒരു കുട്ടിയെ എല്ലാത്തിലും സമർത്ഥനായിരിക്കും എന്ന് അസ്യൂം ചെയ്യുന്ന ഒരു ടെൻഡൻസി നമ്മുടെ രാജ്യത്തെ ടെൻഡൻസി ഉണ്ട്. സയൻറ്റിസ്റ്റിനെ പ്രസിഡൻ്റ് ആക്കും, ക്രിക്കറ്റ് കളിക്കാരനെ നമ്മൾ ചിലപ്പോൾ MP ആക്കും, ആക്ട്രസിനെ നമ്മൾ ചീഫ് മിനിസ്റ്റർ ആക്കും, ഒരുപക്ഷെ ഫിനാൻസ് മിനിസ്റ്ററെ പ്രൈം മിനിസ്റ്റർ ആക്കും. നമ്മുടെ നാട്ടിൽ ഒരു കാര്യത്തിൽ ഒരാൾ ഷൈൻ ചെയ്താൽ അവർ എല്ലാത്തിലും നന്നായിരിക്കും എന്ന് ഒരു അസംഷൻ, അത് പലപ്പോഴും കുട്ടികളെ അവരുടെ സ്ട്രോങ് ഏരിയയെ വിട്ട് വീക്ക് ഏരിയയിലേക്ക് മാറാനായിട്ട് ഉള്ള പ്രഷർ കൊടുക്കും. ടീച്ചേഴ്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് ഫൈനലി അവർ കമ്മ്യൂണിക്കേഷൻ ടു ദ പാരൻസ്, ഇറ്റ്സ് വെരി ക്രിട്ടിക്കൽ. കാരണം പകുതി സമയം കുട്ടികൾ നമ്മളുടെ കൂടെയുണ്ട്, ബാക്കി സമയം അവർ വീട്ടിൽ ചിലവഴിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഉദ്ദേശിച്ച പല കാര്യങ്ങളും പാരൻസിന് നല്ലൊരു റിപ്പോർട്ട് രൂപേണ മാസത്തിലൊരിക്കൽ കൊടുക്കാനായി സാധിക്കണം. ഈ കുട്ടി മാത്സിൽ 70 മേടിച്ചു എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിൻ്റെ ആവറേജ് എന്തായിരുന്നുവെന്നും ഈസി, ബിലോ ആവറേജ് ഓർ എബവ് ആവറേജ് എന്നൊക്കെ പറയുന്ന ഒരു ബ്രോഡ് കമ്പാരിസൺ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കുട്ടികളുടെ പെർഫോമൻസിൻ്റെ നല്ല ഒരു ഫീഡ്ബാക്ക് മന്ത്ലി വൺസ് പാരൻസിന് കൊടുക്കാനുള്ള സമയം ടീച്ചേഴ്സ് കണ്ടെത്തണം. മൂന്നാമതായി നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ, ടീച്ചറിന് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു കാരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഗൈഡൻസ് കൊടുക്കാനായി സാധിക്കണം. അക്കാദമിക്സ് പറഞ്ഞു കൊടുക്കുന്നതിന് മുകളിലായി ഒരു കാരിയർ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, അവരുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചാൽ, ആ കുട്ടികൾ എപ്പോഴും ആ ടീച്ചറോട് കടപ്പെട്ടവരായിരിക്കും. ആ കുട്ടിക്ക് നല്ലൊരു വെളിച്ചം കാണിച്ചു കൊടുക്കാൻ ടീച്ചർക്ക് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എപ്പോഴും ക്ലാസ്സുകളിൽ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആ കുട്ടിയുടെ സ്കിൽ. അക്കാദമിക്സിനോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു പ്രവർത്തന മേഖല ആ കുട്ടിക്ക് കൊടുക്കാൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിൾസ് ആണ്. 80-90% മാർക്ക് മേടിച്ച കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ 50% കുട്ടികളും തോൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 90-95% മാർക്ക് മേടിച്ച കുട്ടികൾ എയ്ഡഡ് സ്ട്രീമിൽ BCOMലും സയൻസിലും 30% പേര് തോൽക്കുന്നുണ്ടെങ്കിൽ, അത് അവരുടെ അക്കാദമിക്സിൻ്റെയോ ഇൻ്റലിജൻസിൻ്റെയോ പ്രശ്നമല്ല. പക്ഷേ സംവേർ ദേ ആർ ലൂസിങ് ദെയർ ഇൻട്രസ്റ്റ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ റിയലൈസ് ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇത്തരം ഇൻട്രസ്റ്റ്
കുട്ടികൾ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നല്ലൊരു ഗോള്, നല്ലൊരു ഒരു 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 ജീവിത മേഖല തിരഞ്ഞെടുക്കാനും നമ്മൾ അവരെ സഹായിക്കണം. പലപ്പോഴും പഠിച്ചു കഴിഞ്ഞ് ഒരു ജീവിത മേഖലയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ, ഞങ്ങൾ കരിയർ പ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഞാൻ ടീച്ചേഴ്സിന് എപ്പോഴും പറയും, വെൻ യു സജസ്റ്റ് സം 10 students for banking job, please ensure that they have been to the bank in the past, they understand the operations there. ജോലി കിട്ടിയതിന് ശേഷം 3 മാസം മുതൽ 4 മാസം സമയത്തിൽ 30-40% കുട്ടികൾ കിട്ടിയ ജോലി തട്ടിത്തെറിപ്പിച്ച് വേറെ ജോലി അന്വേഷിക്കുന്നത് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കും, വിദ്യ അഭ്യസിക്കാനുള്ളതല്ലേ? ഇത്രയും വർഷം പഠിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് ഇപ്പോഴും ആ ജോലി മേഖലയെക്കുറിച്ച് അറിയില്ലായിരുന്നോ? ജോലി കിട്ടി 3 മാസം കൊണ്ട് ഈ ജോലി ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന തോട്ട്സ് നമ്മുടെ മനസ്സിൽ കോർപ്പറേറ്റ് കമ്പനികളിൽ പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കമ്പനികൾ ഞങ്ങൾ ഫ്രഷ് സ്റ്റുഡൻസിന് എടുക്കില്ല എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു മേക്ക് ദെയർ ഓർഗനൈസേഷൻ ആസ് എ ട്രെയിനിങ് സെൻറ്റർ. സോ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഇൻട്രസ്റ്റിനും സ്കില്ലിനും തുല്യമായ പ്രാധാന്യം കൊടുത്ത് ടീച്ചേഴ്സിന് ഗൈഡ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ആൻഡ് കുട്ടികളെ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞ് ദയവ് ചെയ്ത് പേടിപ്പിക്കരുത്. ബിക്കോസ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു വാക്ക് ഇന്ന് ലോകത്തിലില്ല. പലപ്പോഴും കുട്ടികളുടെ ഇൻട്രസ്റ്റും സ്കില്ലൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത വലിയൊരു ഫാക്ടർ ജോലി കിട്ടുമെന്നുള്ള ഫാക്ടറാണ്. ആക്ച്വലി പഠിച്ചതുമായി നേരിട്ട് ബന്ധമുള്ള ജോലി ചെയ്യുന്ന കുട്ടികൾ ഇന്ത്യയിൽ 30% കുറവാണ്. സോ വിദ്യ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണെന്നും ഇറ്റ് വിൽ ഹെൽപ്പ് മീ ടു തിങ്ക് ലോജിക്കലി എന്നുള്ളതിനുപരിയായിട്ട് ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേറെ ജോലി കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയപ്പാട് കുട്ടികളിൽ ഉണ്ടാകാൻ പാടില്ല. അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് നോട്ട് ദർ ഇൻ ഇന്ത്യ ടുഡേ. വി ഡോണ്ട് ഗെറ്റ് എംപ്ലോയീസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. ഞങ്ങൾക്ക് വെൻ വി പ്ലേസ് എ സ്റ്റുഡൻറ്റ് ടു ദ കമ്പനീസ് വി ആർ പെയ്ഡ് 8% ഓഫ് ദെയർ CTCs. വലിയ എമൗണ്ട് ആണ്. 1 ലക്ഷം മാസം ശമ്പളമുള്ള ഒരു കുട്ടിയെ 12 മാസത്തേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഒരു 1 year CTC 12 lakhs ഉള്ള ഒരു കുട്ടിയെ ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ 8% എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 1 month 1 lakh ഈസ് പെയ്ഡ് ടു ദ ഏജൻറ്റ്. ഇത്രയും വലിയ എമൗണ്ട് അവർ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം നമ്മൾക്ക് കുട്ടികളെ അവർക്ക് കുട്ടികളെ കിട്ടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സോ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് അവർ പറഞ്ഞ് പേടിപ്പിക്കരുത്. ദർ ഇസ് എ ക്രിട്ടിക്കൽ വേർഡ് കോൾഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ആ വാക്കിനെ പേടിക്കണം. എനിക്കിഷ്ടമില്ലാത്തൊരു മേഖലയിൽ ഒരിക്കലും ഞാൻ പോയി തലവെച്ച് കൊണ്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഇഷ്ടപ്പെടാത്ത മേഖലയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനായി ശ്രദ്ധിക്കണം. ആൻഡ് ഫൈനലി ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്ത്യയിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ 3 കാര്യങ്ങൾ തിരിഞ്ഞു വന്നു. ഫസ്റ്റ് പ്ലേസ്മെൻറ്റിന് അല്ലെങ്കിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ 3 കാരണങ്ങൾ. 1, പഠിക്കുന്ന കോൺസെപ്റ്റ്സിനെ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാനുള്ള കഴിവ് കുറവ്. അത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു. 2, പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഐ നോ എൻ്റെ നോളജ് ഒത്തിരി കൂടുതലാണ്, ബട്ട് ടു പ്രസൻറ്റ് ഇറ്റ് ഐ എം ഫെയിലിംഗ് മെനി ടൈംസ്. സോ നോളജ് ഉണ്ടായിട്ട് പോലും പ്രസൻറ്റ് ചെയ്യാനായി ഞാൻ ബുദ്ധിമുട്ടുന്നു. 3, സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ. എല്ലാ മേഖലയ്ക്കും എല്ലാ സ്ഥലങ്ങളിലും ഡിമാൻഡ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഞാൻ പഠിക്കുന്ന മേഖലയ്ക്ക് ഡിമാൻഡുള്ള ജോഗ്രഫീസ് മനസ്സിലാക്കി അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള സന്മനസ് ഞാൻ കാണിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ബേസിക്സ് ഓഫ് ടീച്ചിങ് ഡെലിവറബിൾസ്, കീ ഡെലിവറബിൾസ്. 2, ടീച്ചർ ഷുഡ് ബി എ മെൻറ്റർ ആൻഡ് ഫ്രണ്ട് ടു ദ സ്റ്റുഡൻസ് മാനേജ്മെൻറ്റ്. 3, കരിയർ ഗൈഡൻസ് ആൻഡ് ലൈഫ് ഗൈഡൻസ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി, ഇത്തരം പ്രോഗ്രാംസിന് പങ്കെടുക്കാനായി ദീപികയുടെ കരിയർ വിങ്സ് ഫൈൻ ഫ്യൂച്ചർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അവർ കരിയർ എക്സ്പേർട്സ് വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു സോ മച്ച്.